പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, സകലരുമേ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. കാലത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം തൻ്റെ പ്രിയസുതനെ അയച്ചു, അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 43-ാം വാക്യം. പരിശുദ്ധ അമ്മയെ നോക്കി എലിസബത്തിൻ്റെ വാക്കുകളാണ്: എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ സന്ദർശിക്കുവാൻ എനിക്ക് എങ്ങനെ യോഗ്യതയുണ്ടായി? മാർച്ച് മാസം 2026 പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കാനാണ് നമ്മൾ നീക്കിവെച്ചിരിക്കുന്നത്. കർമ്മല മാതാവിനെക്കുറിച്ച്, പരിശുദ്ധമ്മയുടെ ജനന തിരുനാളിനെക്കുറിച്ച്, അമലോത്ഭവ മാതാവിനെക്കുറിച്ച്, സ്വർഗാരോപിത മാതാവിനെക്കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിച്ചു. ഇന്ന് പരിശുദ്ധമ്മയുടെ മാതൃത്വ തിരുനാളിനെക്കുറിച്ച്, ദൈവമാതാവ് എന്നുള്ള പരിശുദ്ധ അമ്മയുടെ ആ വലിയ പദവിയെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. എല്ലാ സന്ദേശങ്ങളും കേൾക്കണമെന്ന് അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ തോമസ് അച്ഛൻ, കർമ്മലീത്ത വൈദികനാണ്. ദൈവം അനുഗ്രഹിച്ച, പരിശുദ്ധ അമ്മയിലൂടെ അനുഗ്രഹിച്ചൊരു വ്യക്തിയാണ്. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ് ഞാൻ. ഇപ്പോൾ കൗൺസിലിംഗ് സൈക്കോളജിയിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വർഷങ്ങളിൽ PhDയും എനിക്ക് ലഭിക്കും. എല്ലാം പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥ പ്രാർത്ഥനകളാലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഉള്ള ഓരോ ധ്യാനങ്ങളും ഓരോ സന്ദേശങ്ങളും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾ എന്നെ സഹായിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മളെല്ലാവരും, ലോകത്തുള്ള എല്ലാ മലയാളികളും അറിയണം. പരിശുദ്ധ അമ്മയോട് നിത്യം പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിട്ട് തീരണമെന്ന് അച്ഛൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ക്രിസ്തുവർഷം 431 എഫേസൂസ് സൂനഹദോസിലാണ് പരിശുദ്ധ അമ്മയെ ദൈവമാതാവ് എന്ന് അഭിസംബോധന ചെയ്തത്. അക്കാലഘട്ടങ്ങളിലെ ഏറ്റവും വലിയ ഒരു തർക്കമായിരുന്നു പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ളത്. നെസ്തോറിയസ് എന്ന പാത്രിയാർക്സ് സൂനഹദോസിൽ വെച്ച്, എഫെസൂസ് സൂനഹദോസിൽ വെച്ച് പരിശുദ്ധ അമ്മ മനുഷ്യനായ യേശുവിനെയാണ് ഉദരത്തിൽ വഹിച്ചത്, ലോകത്തിന് സമ്മാനിച്ചത്, അല്ലാതെ ദൈവമായിട്ടുള്ള യേശുവിനെ അല്ല എന്ന് നെസ്തോറിയസ് എന്ന പാത്രിയാർക്സ് വാദിച്ചു. എന്നാൽ സിറിയയിൽ നിന്നുള്ള അലക്സാണ്ടർ, അദ്ദേഹം പറഞ്ഞത് പരിശുദ്ധ അമ്മ ഉദരത്തിൽ വഹിച്ചത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള യേശുവിനെയാണെന്നാണ്. 5-ാം നൂറ്റാണ്ടിൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ 431-432 കാലഘട്ടങ്ങളിൽ ആയിരുന്ന പരിശുദ്ധ പിതാവ് സെലസ്റ്റിയൻ ഒന്നാമൻ്റെ അരികിലേക്ക് ഈ തർക്കം എത്തിച്ചേർന്നു. അങ്ങനെ പരിശുദ്ധ പിതാവ് സെലസ്റ്റിയൻ ഒന്നാമൻ പ്രഖ്യാപിച്ചു ലോകത്തോട്, പരിശുദ്ധ അമ്മ ദൈവമാതാവാണ്, ദൈവപുത്രനെ വഹിച്ചവളാണ്. ദൈവപുത്രനെ ലോകത്തിന് സമ്മാനിച്ചതുകൊണ്ട് പരിശുദ്ധ അമ്മ ദൈവമാതാവാണെന്ന് സെലസ്റ്റിയൽ ഒന്നാമൻ മാർപ്പാപ്പ ലോകത്തോട് പ്രഖ്യാപിച്ചു. അദ്ദേഹം ഉപയോഗിച്ച ഗ്രീക്ക് പദം തെയോ തോക്കോസ് എന്നാണ്. തെയോ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ മലയാള അർത്ഥം ദൈവം എന്നാണ്. ഗോഡ് ഇംഗ്ലീഷിൽ. തോക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ ഇംഗ്ലീഷ് വാക്ക് ബെയറർ, മലയാളം വാക്ക് വഹിച്ച ആൾ എന്നുള്ള അർത്ഥമാണ്. ഗോഡ് ബെയറർ, ദൈവത്തെ വഹിച്ച ആൾ. അങ്ങനെ പരിശുദ്ധ അമ്മയെ ദൈവമാതാവ് എന്നുള്ള വലിയ നാമത്താൽ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ ജനം അറിയാൻ തുടങ്ങി.
സഭയുടെ പ്രാരംഭ കാലഘട്ടങ്ങളിൽ പരിശുദ്ധ അമ്മയെ രണ്ട് വിധത്തിലാണ് ലോകം അറിഞ്ഞിരുന്നത്. അനുഗ്രഹീതയായ അമ്മ, ബ്ലെസ്ഡ് വെർജിൻ മേരി. രണ്ടാമതായിട്ട് മദർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ അമ്മ. എന്നാൽ 5-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുവർഷം 431 സെലസ്റ്റിയൻ മാർപ്പാപ്പ പരിശുദ്ധ അമ്മയെ ദൈവമാതാവ് എന്ന് വിളിക്കുന്നതിന് മുമ്പേ തന്നെ 3-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലൊരു ലൈബ്രറിയിൽ പരിശുദ്ധ അമ്മയോട് ഒരു പ്രാർത്ഥന കണ്ടെത്തുകയുണ്ടായി. അതിൽ ഓ മദർ ഓഫ് ഗോഡ് തെയോത്തോക്കോസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രാർത്ഥന ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ ക്രിസ്തുവർഷത്തിൻ്റെ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ പരിശുദ്ധ അമ്മയെ ദൈവമാതാവ് എന്ന് എല്ലാവരും അറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. 1575 പോർച്ചുഗലിലാണ് പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് 4-ാമൻ മാർപ്പാപ്പയുടെ അനുമതിയോടെ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കാനായിട്ട് തുടങ്ങിയത്. പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് 4-ാമൻ മാർപ്പാപ്പയുടെ വലിയ അനുമതിയോടെ പോർച്ചുഗലിലാണ് പരിശുദ്ധ അമ്മയുടെ ദൈവ മാതൃത്വ തിരുനാൾ ആഘോഷിക്കാനായിട്ട് തുടങ്ങിയത്. 1931 9-ാം പിയൂസ് മാർപ്പാപ്പ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ സാർവത്രികമായിട്ട് ആഘോഷിക്കാനായിട്ടുള്ള ആഹ്വാനം നൽകി. 1974 ഈശോയുടെ തിരുനാളിൻ്റെ സർക്കംസിഷൻ, ഈശോയുടെ പരിച്ഛേദന തിരുനാളിൻ്റെ സ്ഥാനത്ത് 1974 പരിശുദ്ധ പിതാവ് പോൾ 6-ാമൻ മാർപ്പാപ്പ പരിശുദ്ധ അമ്മയുടെ ജനന മാതൃത്വ തിരുനാളായിട്ട് ആഘോഷിക്കുവാൻ ആഹ്വാനം ചെയ്തു. അങ്ങനെയാണ് ജനുവരി 1 ദൈവ മാതൃത്വ തിരുനാൾ, ദൈവമാതാവിൻ്റെ തിരുനാളായിട്ട് സഭ ഇന്നും ആഘോഷിക്കുന്നത്. അവൾ ദൈവപുത്രൻ്റെ അമ്മയാണ്. ദൈവപുത്രൻ്റെ അമ്മ എന്നാൽ ദൈവത്തിൻ്റെ അമ്മ തന്നെയാണ്. നമുക്കറിയാം, ഓരോ വർഷവും ആരംഭിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ തിരുനാളോടെയാണ്. പുതുവത്സരം, പുതിയ ആഗ്രഹങ്ങൾ, പുതിയ തീരുമാനങ്ങൾ, പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള താല്പര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ എടുക്കുമ്പോൾ അത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലായിരിക്കണമെന്ന് തിരുസഭ ആഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ടാണ് ജനുവരി 1 പുതുവത്സര ദിനം പരിശുദ്ധ അമ്മയുടെ മാതൃത്വ തിരുനാളായിട്ട് ആഘോഷിക്കുവാനായിട്ട് ദൈവം കൽപ്പിച്ചത്. ദൈവം മനുഷ്യരെ തിരഞ്ഞെടുക്കും 2 വിധത്തിൽ. ഒന്നാമത്തെ തിരഞ്ഞെടുപ്പ് എങ്ങനെ എന്ന് ചോദിച്ചാൽ ദൈവം തൻ്റെ ഉപകാരികളാക്കിയായിട്ടാണ്. നമുക്കറിയാം, വിശുദ്ധരെ, പ്രവാചകന്മാരെ എല്ലാം ദൈവം തിരഞ്ഞെടുത്തത് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടിയായിട്ടാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ ദൈവത്തിൻ്റെ ഓരോ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതെല്ലാം ദൈവം തൻ്റെ ഉപകാരികളാക്കിയായിട്ടാണ്. മോശയെക്കുറിച്ച് നമുക്കറിയാം, മോശയെപ്പോലെ വലിയൊരു പ്രവാചകൻ ഉണ്ടായിരുന്നില്ല എന്നെല്ലാം നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ രണ്ടാമത്തൊരു തെരഞ്ഞെടുപ്പുണ്ട്, ദൈവം തൻ്റെ ഉപകരണങ്ങളായിട്ട് മാറ്റാനായിട്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയെ ദൈവം തൻ്റെ ഉപകരണമായി, ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ടുള്ള ഉപകരണമായിട്ടാണ് ദൈവം തിരഞ്ഞെടുത്തത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം. ഇതെല്ലാം എങ്ങനെ സംഭവിക്കും എന്നുള്ള പരിശുദ്ധ അമ്മയുടെ ചോദ്യത്തിന് ഗബ്രിയേൽ മാലാഖയിലൂടെ ദൈവം അരുളി ചെയ്യുന്നത് ഇപ്രകാരമാണ്: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും, അതിനാൽ ജനിക്കാൻ പോകുന്നവൻ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 35-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: മോശയ്ക്ക് കൂടാരത്തിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല, കാരണം ദൈവത്തിൻ്റെ ശക്തി കൂടാരത്തെ നിറഞ്ഞിരുന്നുവെന്ന്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ ആർക്ക് ഓഫ് ദ കവനൻറ്റ്,
ദൈവത്തിൻ്റെ കൂടാരം എന്നും സഭ കണക്കാക്കുന്നുണ്ട്. പുതിയ നിയമത്തിലെ പുതിയ ഹൗവയായിട്ടുള്ള പരിശുദ്ധ അമ്മ, പുതിയ ആദമായിട്ടുള്ള യേശു എല്ലാത്തിൻ്റെയും പൂർണ്ണതയാണ്. ആർക്ക് ഓഫ് ദ കവനൻറ്റ്, കർത്താവിൻ്റെ സമാഗമ കൂടാരത്തിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു? അഹ്റോൻ്റെ വടിയുണ്ടായിരുന്നു, മന്നയുണ്ടായിരുന്നു, 10 കൽപ്പനകൾ എഴുതിയ ഫലകമുണ്ടായിരുന്നു. ഈശോ പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണതയാണ്. ഈശോ കൽപ്പനകളുടെ പൂർണ്ണതയാണ്. ഈശോ നമുക്കായിട്ട് നൽകിയ തിരുശരീര രക്തങ്ങൾ തന്നെയാണ്. ഇത് ലോകത്തിന് അവതരിപ്പിക്കുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തത് പരിശുദ്ധ അമ്മയെയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ ദൈവ മാതാവ് എന്ന് അഭിസംബോധന ചെയ്യുന്നത്. അതും ദൈവത്തിന് ഏറ്റവും പ്രീതികരമാണ്. ആധുനിക കാലത്ത് ഇന്ന് പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് അപദാനങ്ങൾ നമ്മൾ നൽകാറുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ വേളാങ്കണ്ണി മാതാവ്, നിത്യസഹായ മാതാവ്, കുറവിലങ്ങാട്ടു മാതാവ് എന്ന് തുടങ്ങി ഒരുപാട് അപദാനങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ പ്രാചീന കാലം മുതൽ, ക്രിസ്തുവർഷത്തിൻ്റെ ആരംഭം മുതൽ പരിശുദ്ധ അമ്മയെ ദൈവമാതാവ് എന്ന് അഭിസംബോധന ചെയ്തിരുന്നു. പരിശുദ്ധ അമ്മയെ മദർ ഓഫ് ഗോഡ്, ബ്ലെസ്ഡ് വെർജിൻ മേരി, നിത്യകന്യക, പരിശുദ്ധ അമ്മയെ അനുഗ്രഹീതയായ അമ്മ എന്ന് ലോകം അറിഞ്ഞിരുന്നു, വിളിച്ചിരുന്നു. ആ പരിശുദ്ധ അമ്മയുടെ മാതൃത്വ തിരുനാൾ ജനുവരി 1 എല്ലാ വർഷവും നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ എല്ലാ സങ്കല്പങ്ങളെയും, നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും, ഒരു വർഷം ആരംഭിക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന തീരുമാനങ്ങളെ, ഈ വർഷം നമ്മൾ എന്തെല്ലാം നടത്തണം എന്ന് നമ്മൾ ചിന്തിച്ചു വയ്ക്കുമ്പോൾ അത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലായിരിക്കണമെന്ന് തിരുസഭ ആഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ മാതൃത്വ തിരുനാൾ ജനുവരി 1 എല്ലാ വർഷവും പുതുവത്സരം തുടങ്ങുമ്പോൾ തന്നെ ആഘോഷിക്കുവാനായിട്ട് നമ്മൾ തീരുമാനിച്ചത്. ഇന്ന് പരിശുദ്ധ അമ്മയെ ദൈവമാതാവ് എന്നുള്ള ആ വലിയ ചിന്തയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ അമ്മയോട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇസ്രായേലും അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധമുണ്ടായതിൻ്റെ ഫലമായിട്ട് ലോകം അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളിൽ നിന്ന് പ്രത്യേകം ലോകത്തെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ കേരളത്തെ സംരക്ഷിക്കണമേ. രാഷ്ട്രങ്ങൾ തമ്മിൽ സമാധാനമുണ്ടാകുവാനായിട്ട് ദാരിദ്ര്യത്തിൽ നിന്ന്, കഷ്ടപ്പാടുകളിൽ നിന്ന്, തൊഴിലില്ലായ്മയിൽ നിന്ന്, വലിയ രോഗാവസ്ഥകളിൽ നിന്നെല്ലാം ലോകത്തെ രക്ഷിക്കണമേ എന്ന് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ലോകത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു രോഗാവസ്ഥയാണ് നമുക്കറിയാം കോവിഡ്. 2018 മുതൽ ഇപ്പോൾ വീണ്ടും നമുക്കറിയാം HIV, എയ്ഡ്സ് മുതലുള്ള രോഗങ്ങൾ ലോകത്തെ കാർന്നു തിന്നുകയാണ്. ചികിത്സയില്ലാതെ, ചികിത്സ കാണാതെ, ചികിത്സയ്ക്ക് ഫലം ലഭിക്കാതെ പ്രത്യേകിച്ച് യുവതിയുവാക്കളെല്ലാം ആ രോഗത്തിന് അടിമപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. എയ്ഡ്സിൻ്റെ, HIV-യുടെ, ക്യാൻസറിൻ്റെ രോഗാവസ്ഥയിൽപ്പെടാതെ ഞങ്ങളുടെ ലോകം മുഴുവനെയും, ഞങ്ങളുടെ യുവതി യുവാക്കളെയും ഇന്നത്തെ തലമുറയെയും രക്ഷിക്കണമേ എന്ന്, അതുപോലെ തൊഴിലില്ലായ്മ എന്ന അവസ്ഥ ലോകത്തിൽ നിന്നും കേരളത്തിൽ നിന്നും മാറ്റിത്തരണമേ എന്ന് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ നമുക്ക് സമർപ്പിക്കാം. മാതാപിതാക്കളും മക്കളും തമ്മിൽ സ്നേഹത്തിൽ, സഹകരണത്തിൽ ജീവിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിവാഹമോചനത്തിൻ്റെ ഒരു കാലഘട്ടം കൂടിയാണ്. പരസ്പരം ദൈവത്താൽ ബന്ധിക്കപ്പെട്ട ദമ്പതികൾ ഒരുമയോടെ എല്ലാം മനസ്സിലാക്കി ജീവിക്കാനുള്ള കൃപാവരവും ദൈവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥതയിൽ നമുക്ക് സമർപ്പിക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ മാതാവായ പരിശുദ്ധ അമ്മയുടെ ദൈവ മാതൃത്വ തിരുനാൾ എല്ലാ വർഷവും പുതുവത്സര ദിനത്തിൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഓരോ വർഷവും പരിശുദ്ധ അമ്മയ്ക്ക് ആ വർഷത്തെ മുഴുവനും നമുക്ക് പ്രത്യേകം സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ യുവതി യുവാക്കളെ, നമ്മളുടെ ജീവിത മേഖലകളെല്ലാം പരിശുദ്ധ ദൈവമാതാവിന് സമർപ്പിച്ചുകൊണ്ട് ഓരോ വർഷവും നമുക്ക് ആരംഭിക്കാം. ഇങ്ങനെ പരിശുദ്ധ അമ്മയാൽ ആരംഭിച്ച് പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു ജീവിക്കുന്ന പുതുവത്സരമായി ഓരോ വർഷവും തീരുവാനായിട്ട്
ഈശോ തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവ്, പുത്രൻ വഴി പരിശുദ്ധാത്മാവിലൂടെ, പരിശുദ്ധ ദൈവമാതാവിലൂടെ നിരന്തരം നമ്മളെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.